ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള മക്രോണി മുട്ടപ്പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസിയും ടേസ്റ്റി ആയിട്ട് ഈ മക്രോണി മുട്ടപ്പോള എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും കൂടെ ലിങ്ക് ഷെയർ ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മക്രോണി മുട്ടപ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 മുട്ട ബോയിൽ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ബോയിലായി വരുമ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലോട്ട് മക്രോണി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊന്നും ചൂടായി വരുന്ന സമയത്ത് 1-2 ടീസ്പൂൺ ഓയിൽ ഈ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു കപ്പോളം പാസ്തയാണ് എടുത്തിട്ടുള്ളത്. പാസ്ത ഏത് ഷേപ്പിലുള്ളത് എടുക്കാം കേട്ടോ. ഇതന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പൊ ഇത് കുക്കായി വന്നിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇത്ര ആയാൽ മതി, അധികം കുക്കാവാതെ ഇരിക്കരുത് കേട്ടോ. അപ്പം പിന്നെ ആ ടേസ്റ്റിന് ഡിഫറൻറ്റ് ഉണ്ടാവും. ഇനി ഇത് മുഴുവനും ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ മുഴുവൻ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. തമ്മിൽ ഒട്ടുന്ന പേടിയുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, പച്ചവെള്ളം. ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങയുടെ പകുതി ഭാഗം പിഴിഞ്ഞൊഴിക്കാം. ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യാം. ഹാഫ് ആൻ അവറിന് ശേഷം പൊടികളൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർ 1-2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ ഗീയോ ഉപയോഗിക്കാം കേട്ടോ. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലും അതുപോലെ കുറച്ച് നല്ല ഓയിലും ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ 2-3 പച്ചമുളക് തീരെ എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. നല്ല എരിവുള്ളതാണെങ്കിൽ 1 എടുത്താൽ മതി കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു 2 ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് ഇതിലോട്ട് ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ചിക്കനിലെ പൊടികളല്ലേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇവ ഇട്ടിട്ട് അതിന്റെ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. മല്ലിയില കുറച്ച് ഏറെ ഇട്ട് കൊടുക്കണേ, അതാണ് അതിന്റെ ടേസ്റ്റ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ മസാലയുടെ പരിപാടി. അടുത്തത് ബോയിൽ ചെയ്ത 2 മുട്ട ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. വേറൊരു ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞയും വെള്ളയും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഈ മക്രോണിയില്ലേ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ മുട്ടയും ആ മക്രോണിയും ഒരുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ മുട്ട ചേർത്ത് കൊടുക്കണ്ട. അഥവാ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു മുട്ട കൂടെ ഉടച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി മാറ്റി വെച്ച ഈ ചിക്കൻ മസാല ഉണ്ടല്ലോ, ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ മക്രോണിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ മസാല മുഴുവൻ ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ. ഇതിൽ നിന്ന് ഇതുപോലെ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വഴിയെ പറഞ്ഞു തരാം കേട്ടോ. എല്ലാ മസാലകളും ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ മുട്ട എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്ത അളവ് കറക്റ്റായിന്ന് വരില്ല. അപ്പോൾ ഒരു മുട്ടയും കൂടെ ഉടച്ച് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇതിപ്പം കറക്റ്റ് ആയിട്ടാന്നുള്ളത്. ഇനി നമുക്ക് പോള സെറ്റ് ചെയ്യുന്ന പാനിലോട്ട് കുറച്ച് ഗീയോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് മക്രോണി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ട എല്ലാ ഭാഗം ആവണല്ലോ, അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഇനി പോള പാത്രത്തിലോട്ട് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. മക്രോണി ഒരു ഹാഫ് ഭാഗം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇടയ്ക്കൊന്ന് സ്പൂണോ സ്പാച്ചിൽ വെച്ച് ഇതുപോലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം വീണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ മുട്ട എല്ലാ ഭാഗത്തും ആവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് സ്പൂണോ സ്പാച്ചിൽ വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് കൂടെ അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ബാക്കി വന്ന ആ മുട്ടയുടെ എന്തായാലും അടിവശത്ത് മുട്ടയുടെ ആ ഭാഗം ഉണ്ടാവും. അപ്പൊ അത് ഇതുപോലൊന്ന് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി വീണ്ടും സ്പൂൺ വെച്ച് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് തട്ടിക്കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ചിക്കന്റെ മസാല, അത് ഇതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് അങ്ങിട്ട് കൊടുക്കാം. മുഴുവനും ഒരേപോലെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. പോള ഫ്ലോപ്പ് ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കും ടിപ്സും വേണമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഇനി ഒരു സ്പൂണോ സ്പാച്ചിൽ വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിലോട്ട് ആ മസാല നന്നായിട്ട് അങ്ങ് പതിഞ്ഞിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറയുന്നത്. ഇതിന്റെ മുകളിലോട്ട് ഇനി നമുക്ക് മുട്ട കൂടെ വെച്ചു കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ മുട്ട വെക്കുമ്പോൾ അതിൽ പതിഞ്ഞിരിക്കത്തില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ടയിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ. ഇപ്പോൾ ഇത്രയും മതി. ആ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കാം. സൈഡ് വശത്തോട് കൂടിയിട്ട് സെൻറ്റർ വശത്തേക്ക് അങ്ങ് ചുറ്റിച്ചെടുക്കാം. അങ്ങനെ
അങ്ങനെ ആകുമ്പോൾ ഇല്ലേ ആ സൈഡ് വശത്തുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് അതൊന്ന് ബൈൻഡായി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. മക്രോണി ആകുമ്പം ചിലപ്പോൾ അത് ബൈൻഡായി കിട്ടാൻ പാടായിരിക്കും. ഇനി നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ഈ മുട്ട ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പം മുഴുവനും വെച്ച് കൊടുത്തിട്ടുണ്ട്. മുട്ട നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. മുട്ട മുഴുവൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷവും വീണ്ടും ഒന്ന് സ്പൂണോ സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ, എന്നാലേ അതിൽ പതിഞ്ഞിരിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് ഒന്ന് സൈഡ് കട്ട് ചെയ്തിട്ട് ചെരിച്ച് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ പീസ് കട്ട് ചെയ്തെടുക്കുമ്പം ഒരു മുട്ടയുടെ പീസും പിന്നെ അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ഉണ്ടാകുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കാരണം ഒന്നാമത് മുട്ട പുഴുങ്ങിയിട്ട് ഡയറക്റ്റ് വെച്ച് കൊടുത്തല്ലേ, അതുകൊണ്ടാണ്. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ക്രഷ്ഡ് ഇല്ലയോ വിതറി കൊടുക്കുക കേട്ടോ അതിന്റെ മുകളിൽ. ഇനി പറയുന്ന കാര്യം പഴയവർ സ്കിപ്പ് ചെയ്തോളൂ, പുതിയവർക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഫ്ലെയിം കൺട്രോളറോ അതല്ലെങ്കിൽ ഉപയോഗിക്കാത്ത തവയോ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ പോള സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിൽ വേണം നമുക്ക് ഈ പോളാപാത്രം വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പൊ ഇനി പറയാൻ പോകുന്നതും പുതിയ സബ്സ്ക്രൈബ്സിന് വേണ്ടിയിട്ട് പഴയവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. സാധാരണ ഗ്ലാസ്സിലിട്ടാണെങ്കിൽ അതിനൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന് എന്തെങ്കിലും ഒരു അലൂമിനിയം ഫോയിലോ അല്ല എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. വേണം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാൻ. ഞാൻ ടൈം കറക്റ്റ് പറയാത്തത് ഓരോരുത്തരുടെ ഫ്ലെയിമും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ, അപ്പൊ അതുകൊണ്ട് കേട്ടോ കറക്റ്റ് ടൈം പറയാത്ത. എൻ്റെ ഏകദേശം 20-25 മിനിറ്റ് ആകുമ്പോഴേക്ക് അതിന്റെ സൈഡ് വശമൊക്കെ വിട്ട് വരാൻ തുടങ്ങി കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അതിന്റെ സൈഡ് ഒന്ന് ഇതുപോലെ ഒന്ന് വിടുവിച്ച് കൊടുക്കാം. മേൽഭാഗം ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലോട്ട് കുറച്ച് ഗീയോ ബട്ടറോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെയ്യ് തടവിയ പാനിലോട്ട് പോളാപാത്രം ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇതാ നോക്കിയേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയി വന്നിട്ടുണ്ട്. അടിവശം ഒന്നും ഒട്ടും കരിഞ്ഞു പോവാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ജസ്റ്റ് ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് കുക്കായാൽ മതി, കൂടുതൽ സമയമൊന്നും ആവണ്ട. ഓൾറെഡി കുക്കായിട്ടുണ്ട്, എന്നാലും ഞാൻ ആ മുട്ടയുടെ ഭാഗം ഒന്ന് കളറൊന്ന് ചേഞ്ച് ആവാൻ വേണ്ടി തിരിച്ചിട്ട് കൊടുത്തേ ഉള്ളൂ കേട്ടോ. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് കൂടെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിടാം. ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ട് ആയി വന്നിട്ടില്ലേ. നല്ല കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല സൂപ്പറായിരുന്നു. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഞാനിത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉൾവശം കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്നും കഴിക്കുന്ന പാസ്തയിൽ നിന്ന് ഒരു ഡിഫറൻറ്റും ആയില്ലേ, കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും. സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പി കൂടിയാണ്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് മാത്രമല്ല കേട്ടോ, ഇവൻ ലഞ്ച് ബോക്സിൽ വരെ കൊടുത്തു വിടാം കേട്ടോ. ഇതിന്റെ ഉൾവശമൊക്കെ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയി വന്നിട്ടില്ലേ. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഓരോ പീസിന്റെ മുകളിലും ഇതുപോലെ മുട്ട ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കഴിക്കുമ്പോൾ അതിങ്ങനെ ബൈറ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതിനു മുൻപ് ഞാൻ ഒരുപാട് പോള റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പോള റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ സബ്സ്ക്രൈബ്സിനോട് പറയാന്ന്, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സേവും ചെയ്ത് വെച്ചോളൂ കേട്ടോ. വീഡിയോ ലെങ്ത് ആയി പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണുവരിക്കും. താങ്ക് യു.